വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പാപത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആത്മീക മരണത്തെക്കുറിച്ചും ഉള്ള ചില ചിന്തകൾ കഴിഞ്ഞ ദിവസം നാം ഒരുമിച്ച് പങ്കുവച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ കൂടി മാത്രമേ പാപമോചനവും രക്ഷയുടെ അനുഭവവും പ്രാപിപ്പാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കി. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്ന് റോമർ 5:12 വായിക്കുന്നു. പാപം എന്തെന്ന് അറിയാതെ പാപം ചെയ്തു എന്ന് പറയുന്നത് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് പാപം എന്തെന്ന് നാം മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുന്നത് ദൈവകൽപ്പനയോടുള്ള അനുസരണക്കേട് പാപത്തിന് കാരണമായി തീർന്നു എന്ന്. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും അനുസരണക്കേട് കാണിച്ച് പാപികളായി കഴിയുന്നു എന്ന് ഓർക്കണം. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് പാപമാകുന്നു എന്ന് 1 യോഹന്നാൻ 5:10 ഏത് അനീതിയും പാപമാകുന്നു എന്ന് 1 യോഹന്നാൻ 5:17 ദൈവത്തോടുള്ള മത്സരം പാപമാകുന്നു എന്ന് യെശയ്യാവ് 1:2 വായിക്കുന്നു. പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ടു എന്ന. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നത് ഞങ്ങൾ ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. എനിക്ക് പാടുവാൻ കഴിയുന്നത് എന്നാൽ ഞാൻ പാടുവാൻ തയ്യാറാകുന്നില്ല, അത് പാപമാണ്. ദരിദ്രരെ കരുതുവാനും ദാനം ചെയ്യുവാനും എനിക്ക് കഴിവുണ്ട്, എന്നാൽ എനിക്കുള്ളതിൽ നിന്ന് ദരിദ്രരെ താങ്ങാതിരിക്കുന്നു, ദാനം ചെയ്യാതിരിക്കുന്നു, അത് പാപമാണ്. അധ്വാനിപ്പാൻ എനിക്ക് ആരോഗ്യമുണ്ട്, എന്നാൽ ഞാൻ അധ്വാനിക്കാതെ മടിയനായിരിക്കുന്നു, അതും പാപമാണ്. പാപത്തിന് അനിവാര്യമായ ചില അനന്തര ഫലങ്ങളുണ്ട്. പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടുന്നു എന്ന് എബ്രായർ 3:13-14 വാക്യങ്ങളിൽ വായിക്കുന്നു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം പാപമാണ്. പാപം നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. ഇസ്രായേൽ ബാബിലോണിയ അടിമത്തത്തിൽ ആകുവാൻ കാരണം അവരിലെ പാപമായിരുന്നു. ഒരടിമയ്ക്ക് സ്വന്തമായ വ്യക്തിത്വം ഇല്ല. യജമാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ അടിമയ്ക്ക് പ്രവർത്തിപ്പാൻ കഴിയൂ. പാപത്തിന് അടിമയായി തീരുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിപ്പാൻ കഴിയില്ല. നന്മയെ സ്വീകരിക്കുന്നതിനും തിന്മയെ വെറുക്കുന്നതിനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. കൂടുതൽ പാപം ചെയ്യുന്നതിനുള്ള പ്രേരണ നമ്മളുണ്ടാവുകയും ഒടുക്കം പാപത്തിൻ്റെ ഫലമായ മരണത്തിന് അധീനരാകുകയും ചെയ്യുന്നു. റോമർ 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണവും ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് യേശുക്രിസ്തുവിൽ നിത്യജീവനും ആകുന്നു. ആദം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് മരണലോകത്തിലേക്ക് വന്നത്. ഉൽപ്പത്തി 3:19 ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. റോമാലേഖനം 5:12 വാക്യം. ദൈവം മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ ജീവിതമാണ് പാപത്തിൻ്റെ ഫലമായി തകർക്കപ്പെട്ടത്. അതായത് പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ ആത്മീകമായി മരിച്ചു. 2 വിധത്തിലുള്ള മരണത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശാരീരിക മരണവും ആത്മീക മരണവും, ഫിസിക്കൽ ഡെത്ത് ആൻഡ് സ്പിരിച്വൽ ഡെത്ത്. ശാരീരിക മരണം ശരീരത്തിൽ നിന്ന് ദേഹിയും ആത്മാവും വേർപെടുന്നതാണ്. സെപ്പറേറ്റ് സോൾ ആൻഡ് സ്പിരിറ്റ് ഫ്രം ബോഡി. ആത്മീക മരണം ദൈവത്തിൽ നിന്ന് ദേഹിയും ആത്മാവും വേർപെടുന്നതാണ്. സെപ്പറേറ്റ് സോൾ ആൻഡ് സ്പിരിറ്റ് ഫ്രം ഗോഡ്. പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആത്മീക മരണം നമ്മുടെ ദേഹിയെയും ആത്മാവിനെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അതായത് ആത്മീക മരണം ദൈവത്തിൽ നിന്ന് നമ്മെ നിത്യമായി വേർപെടുത്തുന്നു. അതായത് നാം ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുന്നു. എറ്റേണൽ സെപ്പറേഷൻ. ഈ നിത്യമായ വേർപാടിനെ രണ്ടാം മരണം എന്ന് വെളിപ്പാട് 20:14 പറഞ്ഞിരിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മിൽ
പലരും ജീവിച്ചിരിക്കെ തന്നെ ചത്ത അവസ്ഥയിൽ കഴിയുന്നവരാണ്. നമ്മിൽ പലരുടെയും ഹൃദയം പാപത്തിൻ്റെ ഫലമായി കഠിനപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന എന്ത് സംഭവങ്ങൾ കേട്ടാലും യാതൊരു മാറ്റവും ഇല്ലാത്ത അവസ്ഥയിൽ നാം ആയിത്തീർന്നിരിക്കുന്നു. തിന്മയെ വെറുക്കുന്നതിനും നന്മയെ പിന്തുടരുന്നതിനും കഴിയാതെ പാപ യജമാനൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം തീർന്നിരിക്കുകയാണ്. ഇതിന് ഒരു മാറ്റം സംഭവിച്ചേ മതിയാകൂ. എങ്ങനെ മാറ്റം സംഭവിക്കും? മാനസാന്തരമല്ലാതെ അതിന് മറ്റ് യാതൊരു മാർഗവുമില്ല. അതായത് പാപം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മാനസാന്തര അനുഭവത്തിലേക്ക് വരണം. കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നതിനും പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നതിനും എന്നെയും സഹായിക്കണമേ. ആമേൻ.